ചിതറിയ ചിന്തകളുമായി ധ്യാനിക്കുന്ന ഒരുവന് പുരുകമധ്യത്തിൽ കണ്ണു കേന്ദ്രീകരിച്ചാൽ ഏകാഗ്രത കിട്ടും പോലെ ഈശ്വരനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കലാണ് ക്ഷേത്ര വിഗ്രഹ സന്ദർശനം സാധ്യമാക്കുന്നത്. ഇനി കാണാം ദീപാരാധന കാഴ്ചകൾ. കേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. എറണാകുളം എന്ന് ഈ ജില്ലയ്ക്ക് പേര് വന്നത് ഇറയനാർ കുളം എന്ന പദത്തിൽ നിന്നാണെന്ന് ചിലർ വാദിക്കുന്നു. ഇറയനാർ എന്ന് തമിഴിൽ വിശേഷിപ്പിക്കുന്നത് ശിവനെയാണ്. അതിനാൽ ശിവന്റെ കുളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനം എന്നതിൽ നിന്നാണ് ഇറയനാർ കുളവും കാലാന്തരത്തിൽ എറണാകുളവും ഉണ്ടായതെന്നാണ് വിശ്വാസം. ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം, ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. ഋഷിനാഗകുളം എന്നതിൽ നിന്നാണ് എറണാകുളം രൂപപ്പെട്ടത് എന്നാണ് മറ്റൊരു വാദം. ഈ വാദത്തിന് ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യവുമായി ബന്ധമുണ്ട്. ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യം ദ്വാപരയുഗത്തിൽ നിന്നും ആരംഭിക്കുന്നു. അന്ന് ഹിമാലയ സാനുവിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന കുലമുനി തന്റെ യാഗത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനായി ശിഷ്യന്മാരെ കാട്ടിലേക്ക് അയച്ചു. വഴിക്കുവച്ച് കണ്ട പാമ്പിനെ ദേവലൻ എന്ന ശിഷ്യൻ കൊന്നു. ഇതറിഞ്ഞ മുനി പാമ്പിന്റെ തലയും മനുഷ്യരുടെ ഉടലുമുള്ള ഒരു ജീവിയാകാൻ ശിഷ്യനെ ശപിച്ചു. പിന്നീട് മോക്ഷത്തിനുള്ള ഉപാധിയും പറഞ്ഞുകൊടുത്തു. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ, പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ. കിഴക്കുദിക്കിലൊരിടത്ത് ഒരിലഞ്ഞു മരച്ചുവട്ടിൽ നാഗങ്ങൾ പൂജ ചെയ്യുന്ന ഒരു ശിവലിംഗമുണ്ടെന്നും അത് വാങ്ങി ദക്ഷിണദിക്കു നോക്കി സഞ്ചരിക്കണമെന്നും ഒരു സ്ഥലമെത്തുമ്പോൾ നിലത്തുവച്ച വിഗ്രഹം അവിടെ ഉറച്ചു പോകുമെന്നും അവിടെ വെച്ച് ശാപമോക്ഷം സിദ്ധിക്കുമെന്നുമായിരുന്നു ഗുരുവചനം. ഗുരുവിന്റെ ഉപദേശപ്രകാരം ദേവലൻ എന്ന നാഗഋഷി ശിവലിംഗവുമായി പുറപ്പെട്ടു. എറണാകുളത്തെത്തിയപ്പോൾ ഒരു കുളം കണ്ട് സമീപത്ത് വിഗ്രഹം വച്ച് കുളത്തിലിറങ്ങി കുളിച്ചു. എന്നിട്ട് പൂജ തുടങ്ങി. വിചിത്രമായ ജീവിയെ കണ്ട് ജനങ്ങൾ ഉപദ്രവിച്ചോടിക്കാൻ നോക്കി. എന്നാൽ വിഗ്രഹം അവിടെ ഉറച്ചു പോയതിനാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ആ ശിവലിംഗത്തിനു മുന്നിൽ പ്രണമിച്ചു കിടന്ന ദേവലന് അന്നേരം ശാപമോക്ഷമുണ്ടായി. ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ, ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ. നാട്ടുകാർ നാട്ടിൽ പ്രമാണിയായിരുന്ന തൂശത്ത് കൈമളെ വിവരമറിയിക്കുകയും അദ്ദേഹം എത്തി വിവരങ്ങൾ അന്വേഷിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതത്രേ എറണാകുളത്തപ്പൻ ക്ഷേത്രം. പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെങ്കിലും നാഗഋഷിയുടെ പേരിലാണ് എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ ആ പേര് അറിയപ്പെടുന്നത്. എറണാകുളത്തപ്പൻ്റെ ഈ ശരിക്കുള്ളത് കിരാതമൂർത്തിയാണ്. കിരാതമൂർത്തിയുടെ അവതാരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള കുളം അന്നു മുതൽ ഋഷിനാഗകുളമെന്നും ക്ഷേത്രപ്രതിഷ്ഠ ഋഷിനാഗകുളത്തപ്പനെന്നും അറിയപ്പെടാനിടയായതും അങ്ങനെയാണ്. എറണാകുളം എന്ന വ്യാവസായിക നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രസിദ്ധമായ മഹാരാജാസ് കോളേജിനും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇടയിലായി ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു.